ഖത്തർ തലസ്ഥാനമായ ദോഹയിലാണ് അമ്മാൽ പ്രിയതമൻ ഇസ്മായിൽ ഹനിയെ അവസാനമായൊരു നോക്ക് കണ്ടത്. ഹനിയുടെ ചേതനേറ്റ ശരീരത്തിനരികെ നിൽക്കുമ്പോഴും അവരുടെ വാക്കുകൾ ഇടറുന്നുണ്ടായിരുന്നു. തേങ്ങലടക്കാനാകാതെ നിയന്ത്രണം വിട്ട് കരയുന്ന ജീവിത പങ്കാളിയൊന്നുമല്ല അവിടെ കണ്ടത്. മനക്കരുത്തും നിശ്ചയദാർഢ്യവും സ്ഫുരിക്കുന്ന ശബ്ദത്തിൽ ഹനിയയോട് അവസാനമായൊരു ആഗ്രഹം കൂടി അവർ പറഞ്ഞു. അതൊട്ടും വ്യക്തിപരമായിരുന്നില്ല. ഗസയുടെ രക്തസാക്ഷികളോടെല്ലാം എൻ്റെ സലാം പറയുക. കഴിഞ്ഞ ദിവസമാണ് ഇറാൻ തലസ്ഥാനമായ തെഹ്റാനിൽ കൊല്ലപ്പെട്ട ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയുടെ അന്ത്യചടങ്ങുകൾക്ക് ദോഹ സാക്ഷ്യം വഹിച്ചത്. ഫലസ്തീൻ വിമോചന പോരാട്ടത്തിൻ്റെ പോർമുഖത്ത് നിലയുറപ്പിച്ച മരണം വരിച്ച പോരാളിയുടെ അന്ത്യയാത്രയിൽ പങ്കെടുക്കാനായി ആയിരങ്ങളാണ് ദോഹയിലെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് മസ്ജിദിൽ എത്തിയിരുന്നത്. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽത്താനി മുതൽ സാധാരണ മനുഷ്യർ വരെ അക്കൂട്ടത്തിലുണ്ടായിരുന്നു. മയ്യത്ത് നമസ്കാരത്തിനും ഖബറടക്ക ചടങ്ങുകൾക്കും മുമ്പ് പൊതുദർശനവും നടന്നു. ഹനിയുടെ ഭൗതികദേഹത്തിനരികെ നിന്ന് പ്രിയതമ സംസാരിക്കുന്ന വൈകാരികമായ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. കണ്ടു നിൽക്കുന്നവരുടെയെല്ലാം കണ്ണു നിറക്കുന്നതായിരുന്നു ആ രംഗങ്ങൾ. മനസ്സിലെക്കുന്നതായിരുന്നു അവരുടെ വാക്കുകൾ ഓരോന്നും. പ്രിയപ്പെട്ടവനെ, ഗസയിലെ എല്ലാ രക്തസാക്ഷികളോടും എൻ്റെ സലാം പറയുക. കുട്ടികളോടും വയോധികരോടുമെല്ലാം താങ്കളെ ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാം ആയാസരഹിതമാക്കി തരട്ടെ. ഈ ലോകത്തും പരലോകത്തും എൻ്റെ ഇഷ്ടനാണ് താങ്കൾ. രണ്ട് ലോകത്തും എൻ്റെ ആശ്രയമാണ് താങ്കൾ. താങ്കളുടെ നിശ്ചയദാർഢ്യവും ക്ഷമയുമെല്ലാം ഞങ്ങൾക്കും അനന്തരം ലഭിച്ചിട്ടുണ്ട്. അമൽ അവസാനമായി ഹനിയോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. ഹനിയുമായി അവസാനമായി അടുത്തിടപഴകിയ ഓർമ്മകൾ മരുമകൾ ഇംനാസ് ഹനിയയും പങ്കുവച്ചിരുന്നു. കഴിഞ്ഞ ഏപ്രിലിൽ ഇംനാസിൻ്റെ ഭർത്താവും മക്കളും കൊല്ലപ്പെട്ടപ്പോഴാണ് അവസാനമായി അവരെ കാണാൻ ഇസ്മായിൽ ഹനിയ ഗസയിലെത്തുന്നത്. പ്രിയ സന്തതിയുടെയും പേരക്കുട്ടികളുടെയും മരണവാർത്ത അഭിമാനത്തോടെയായിരുന്നു അദ്ദേഹം സ്വീകരിച്ചതെന്ന് ഈനാസ് പറയുന്നുണ്ട്. അവർക്ക് എല്ലാ കാര്യങ്ങളും എളുപ്പമാകട്ടെ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുകയും ചെയ്തു. ഒന്നും സംഭവിക്കാത്ത പോലെയാണ് എന്നെ അദ്ദേഹം ആശ്വസിപ്പിച്ചത്. രക്തസാക്ഷികളുടെ മാതാവേ എന്ന് ചിരിച്ചുകൊണ്ട് അദ്ദേഹം എന്നെ വിളിച്ചു. നിങ്ങൾ രക്തസാക്ഷികളുടെ ഉപ്പയും ഉപ്പാപ്പയും അല്ലേ എന്ന് ഞാൻ തിരിച്ച് അങ്ങോട്ട് പറഞ്ഞെന്ന് ഈനാസ് വെളിപ്പെടുത്തുന്നുണ്ട്. ഇതിനുശേഷവും എപ്പോഴും അദ്ദേഹവുമായി സംസാരിക്കുമായിരുന്നു. ശാന്തമായ മനസ്സേ, നിന്റെ സൃഷ്ടാവിലേക്ക് സന്തോഷവാനായി മടങ്ങുക എന്ന ഖുർആൻ സൂക്തത്തിൻ്റെ വ്യാഖ്യാനം വായിച്ച കാര്യം ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു. ഇവിടെയല്ല എൻ്റെ ഇടമെന്നും സ്വർഗമാണ് ലക്ഷ്യമെന്നും അദ്ദേഹം വിശദീകരിച്ചു. രക്തസാക്ഷികൾ ദൈവം നൽകിയതിൽ സന്തുഷ്ടരാണെന്ന് ഖുർആനിൽ ഒരു സൂക്തത്തിൽ പറയുന്നുണ്ട്. ഇസ്മായിൽ ഹനിയയും സന്തോഷവാനായിരിക്കും. അതിൽ ഞങ്ങളും ആഹ്ലാദിക്കുന്നു. ദൈവമാർഗത്തിൽ കൊല്ലപ്പെട്ടവർ മരിച്ചുപോയവരല്ലെന്നും ദൈവത്തിൻ്റെ അടുത്ത് പ്രതിഫലങ്ങൾ ഏറ്റുവാങ്ങി ജീവിക്കുകയാണ്. ദൈവത്തിൽ നിന്ന് ലഭിച്ചതിൽ സന്തുഷ്ടരാണ് അവരെന്നും ഖുർആൻ പറയുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ പാധേയവും കരുത്തും. ഒട്ടും വൈകാതെ ഈനാസിൻ്റെ രക്തസാക്ഷിത്വവും സംഭവിക്കും. അതുകൊണ്ട് താൻ പേടിക്കുന്നില്ലെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട്. ജൂലൈ 31 പുലർച്ചെയാണ് തെഹ്റാനിലെ ഗസ്റ്റ് ഹൗസിന് നേരെ നടന്ന ആക്രമണത്തിൽ ഇസ്മായിൽ ഹനിയയും അംഗരക്ഷകനും കൊല്ലപ്പെടുന്നത്. പുതിയ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാനായി തെഹ്റാനിലെത്തിയതായിരുന്നു അദ്ദേഹം. ഗസയിൽ വെടിനിർത്തലിനായി ഖത്തറിൻ്റെയും ഈജിപ്തിൻ്റെയും മധ്യസ്ഥതയിൽ ഹമാസിനും ഇസ്രായേലിനും ഇടയിൽ സുപ്രധാന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് ലോകത്തെ ഞെട്ടിപ്പിച്ച സംഭവം ഉണ്ടാകുന്നത്. ബുധനാഴ്ച വൈകിട്ടോടെ മൃതദേഹം ഖത്തറിലെത്തിച്ചിരുന്നു. ഖത്തറിലെ ഏറ്റവും വലിയ പള്ളിയായ ദോഹയിലെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് മസ്ജിദിൽ മയ്യത്ത് നമസ്കാരം നടന്നു. ഫലസ്തീൻ പതാകയിൽ പൊതിഞ്ഞായിരുന്നു ജനാസ പള്ളിയിലെത്തിച്ചത്. ഹമാസ് നേതാവ് ഖലീൽ അൽ ഹയ്യ നമസ്കാരത്തിന് നേതൃത്വം നൽകി. വൈകിട്ട് 3 ഖത്തറിലെ ലുസൈലിൽ മയ്യത്ത് ഖബറടക്കി. ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽത്താനിയും പിതാവ് അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനിയും മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. വീൽചെയറിലാണ് ഷെയ്ഖ് ഹമദ് ചടങ്ങിനെത്തിയത്.